السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم وبارك على سيدنا محمد وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين. أما بعد. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു തന്റെ ശിഷ്യനോട് വീണ്ടും പറയുന്നു, അയ്യുഹൽ വലദു മോനെ, റുവിയ ഫീ ബഅദി വസായ ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു ലിബ്നിഹി. ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു തന്റെ മകനോട് നടത്തിയ വസിയ്യത്തുകൾ, ഉപദേശങ്ങൾ ആ കൂട്ടത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു വലിയ മഹത്വമുള്ളയാളാണ്, നബിയാണെന്ന് പോലും ചില ആളുകൾക്ക് അഭിപ്രായമുണ്ട്. പക്ഷെ വലിയാണ് എന്നാണ്, വലിയ ഇൽമും ഹിക്മത്തും അല്ലാഹു തആല നൽകിയിട്ടുള്ള മഹാനാണ് എന്നതാണ് പ്രബലമായ പക്ഷം. ഏതായാലും അദ്ദേഹത്തിന്റെ മഹത്വം മനസ്സിലാക്കാൻ അദ്ദേഹത്തിന്റെ നാമധേയത്തിൽ ഒരു സൂറത്ത് തന്നെ വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കും. ആ ലുഖ്മാൻ റളിയല്ലാഹു അൻഹു ഹൃദയസ്പർക്കായിട്ടുള്ള ഒട്ടനവധി ഉപദേശങ്ങൾ സമൂഹത്തിന് നൽകിയിട്ടുണ്ട്. അതിലെ പല ഉപദേശങ്ങളും തന്റെ മകനോട് തന്നെ നടത്തിയത് ഖുർആനിൽ തന്നെ നമുക്ക് കാണാം. അപ്പൊ ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു തന്റെ മകന് നൽകിയ ഉപദേശങ്ങളുടെ കൂട്ടത്തിൽ ചിലത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. എന്താണത്? അന്നഹു ഖാല, ലുഖ്മാൻ തങ്ങൾ പറഞ്ഞു, യാ ബുനയ്യ മോനെ, ലാ യകൂനന്ന ദീഖു അഖിയസ മിൻക, കോഴി നിന്നെക്കാളും ബുദ്ധിമാനാകാൻ പാടില്ല. അതായത് കോഴിയുടെ അത്ര ബോധം പോലും ഇല്ലാത്തവനായി നീ മാറരുത്. എന്താ കാരണം? യുനാദി ബിൽ അസ്ഹാരി, അത്താഴ സമയത്ത് ആ കോഴി കൂവുന്നു, വഅന്ത നായിമുൻ, നീയാണെങ്കിലോ ഉറങ്ങുകയും ചെയ്യുന്നു. അപ്പൊ കോഴി എന്ന് പറയുന്ന ജീവി അത് അതിനൊരു നിശ്ചിത ടൈം കഴിയുമ്പോൾ അത് എഴുന്നേറ്റിട്ട് അത് കൂവുന്നു. കൂവൽ അതിന്റെ ദിക്റാണ്. അതോടൊപ്പം തന്നെ ആളുകൾക്ക് എഴുന്നേൽക്കാനുള്ള ഒരു ഉത്ബോധനവുമാണ് അത് നൽകുന്നത്. ആ കോഴിയുടെ അത്ര പോലും ബോധമില്ലാത്തവനായി നീ മാറരുത്. എന്നിട്ട് ഗസാലി ഇമാം തങ്ങൾ പറയാം, വലഖദ് അഹ്സന മൻ ഖാല ശിഅറൻ, ഒരു പദ്യം ചൊല്ലിയാണ് വളരെ നല്ലൊരു ജോലിയാണ് ചെയ്തത്. എന്താണ്? ലഖദ് ഹാതഫത് ഫീ ജുൻഹി ലൈലിൻ ഹമാമത്തുൻ അലാ ഫാനനിൻ വഹനൻ വഇന്നി ലനായിമു കദബ്തു വബൈത്തില്ലാഹി ലൗ കുൻതു ആശിഖാ ലമാ സാബഖത്നി ബിൽ ബുകാഇൽ ഹമായിമു വഅസ്ഉമു അന്നി ഹായിമുൻ ളു സബാബതി ലിറബ്ബി ഫലാ അബ്കി വതബ്കിൽ ബഹായിമു. ഒരു മഹാൻ പറഞ്ഞിട്ടുള്ള അർത്ഥഗർഭമായിട്ടുള്ള ഒരു പദ്യശകലം. എന്താണത്? ലഖദ് ഹതഫത് ഫീ ജുൻഹി ലൈലിൻ ഹമാമത്തുൻ, രാത്രി പകുതിയാകുന്ന സമയത്ത് അതാ ഒരു മാടപ്രാവ് അത് ശബ്ദമുണ്ടാക്കുന്നു. അലാ ഫനനിൻ വഹനൻ വഇന്നി ലനായിമു, വളരെ ബലഹീന ജീവിയായിട്ടുള്ള വളരെ ക്ഷീണമുള്ള ആ സമയത്തും അത് ഒരു മരത്തിന്റെ ചില്ലയിലിരുന്നു കൊണ്ട് അത് ശബ്ദമുണ്ടാക്കുന്നു. അതിന്റെ ശബ്ദം എന്ന് പറയുന്നത് അതിന്റെ തസ്ബീഹാണ്. വഇന്നി ലനായിമു, ആ മാടപ്രാവ് മരത്തിന്റെ ചില്ലയിലിരുന്ന് തസ്ബീഹ് ചൊല്ലിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ഉറക്കത്തിന്റെ രസത്തിൽ മുഴുകിയിരിക്കുകയാണ്. കദബ്തു വബൈത്തില്ല, അള്ളാഹുവിന്റെ കഅബത്തെ തന്നെ സത്യം, ഞാൻ കള്ളം പറഞ്ഞവനാണ്. ലൗ കുന്തു ആശിഖൻ, ഞാനെങ്ങാനും അള്ളാഹുവിനെ ശരിക്കും സ്നേഹിക്കുന്നവനായിരുന്നുവെങ്കിൽ ലമാ സബഖത്നി ബിൽ ബുകാഇൽ ഹമായിമു, ഞാൻ എഴുന്നേറ്റ് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ശിക്ഷയെ ഭയപ്പെട്ട് അവന്റെ അനുഗ്രഹത്തിൽ പ്രതീക്ഷ അർപ്പിച്ച് കരയുന്നതിനു മുമ്പ് ഒരിക്കലും തന്നെ മാടപ്രാവ് കരയുമായിരുന്നില്ല. വഅസ്ഉമു, ഞാൻ വാദിക്കുന്നു, ഞാൻ അവകാശവാദം ഉന്നയിക്കുന്നു. അന്നി ഹായിമുന്നു സബാബത്തി, ഞാൻ പടച്ച റബ്ബിനോട് വലിയ ഇഷ്ടവും അതേപോലെ തന്നെ താല്പര്യവുമുള്ളവനാണെന്ന് വാദിക്കുന്നു. പക്ഷേ ഫലാബുക്കി, എന്നിട്ട് ഞാൻ കരയുന്നില്ല. തബ്കിൽ ബഹായിമു, മൃഗങ്ങളൊക്കെ കരയുകയും ചെയ്യുന്നു. അപ്പൊ എന്റെ അവകാശവാദമൊന്നും ശരിയല്ല എന്ന് ബഹുമാനപ്പെട്ട ഒരു മഹാൻ പറഞ്ഞത് എത്ര അർത്ഥഗർഭമാണ് എന്നാണ് ഗസാലി ഇമാം റളിയല്ലാഹു അൻഹു സൂചിപ്പിക്കുന്നത്. അപ്പോ അവകാശവാദത്തിനല്ല വില, നമ്മുടെ പ്രവർത്തനം എത്രത്തോളം ശരിയാണ് എന്ന് മനസ്സിലാക്കുന്നിടത്താണ് മനുഷ്യൻ ശ്രദ്ധിക്കേണ്ടത് എന്ന് ഇവിടെ ബഹുമാനപ്പെട്ട ഗസാലി ഇമാം തങ്ങൾ അവിടുത്തെ ശിഷ്യനോട് പറയുകയാണ്. ഇനിയും പറയുന്നു, അയ്യുഹൽ വലദു മോനെ, ഖുലാസത്തുൽ ഇൽമി, വിജ്ഞാനത്തിന്റെ ആകത്തുക, അൻ തഅലമ അന്ന തഅത വൽ ഇബാദത മാഹിയ, നീ ശരിക്കും മനസ്സിലാക്കലാണ് അള്ളാഹുവിന് ഇബാദത്ത് എടുക്കലും അവനെ അനുസരിക്കലും അതെങ്ങനെയാണെന്ന് നീ മനസ്സിലാക്കണം. എന്നിട്ട് അതനുസരിച്ച് നീ ചെയ്യണം. അപ്പോഴാണ് ഈ ഇൽമിന് മഹത്വം വരുന്നത്, അതനുസരിച്ചുള്ള പ്രവർത്തനത്തിന് വിലയുണ്ടാകുന്നതും. ഏലം, നീ മനസ്സിലാക്കിക്കോ, അന്ന തഅത വൽ ഇബാദത, അള്ളാഹുവിനെ അനുസരിക്കലും അവനെ ആരാധന ചെയ്യലും, മുതാബഅത്തു ശാരിഇ, അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് പിന്തുടരലാണ്, ഫിൽ അവാമിരി വൻ നവാഹി, കൽപ്പനകളിലും വിരോധങ്ങളിലുമൊക്കെ, ബിൽ ഖൗലി വൽ ഫിഅലി,
പ്രവർത്തനം കൊണ്ടും അതേപോലെ തന്നെ വാക്കുകൊണ്ടും എന്ന് പറഞ്ഞാൽ യാനി കുല്ലുമാ തഖൂലു വതഫ്അലു വതത്റുകു ഖൗലഹു വഫഇലഹു യകൂനു ബിക്തിദാഇ ശർഈ. നീ എന്ത് പറയുമ്പോഴും ചെയ്യുമ്പോഴും എന്ത് നീ ഒഴിവാക്കുമ്പോഴും നിന്റെ പ്രവർത്തനവും അതേപോലെ തന്നെ നിന്റെ വാക്കും അതേപോലെ തന്നെ നിന്റെ ശൈലികളുമൊക്കെ ശരീഅത്തുൽ ഇസ്ലാമിന്റെ നിയമങ്ങളെ പിന്തുടർന്നുകൊണ്ടായിരിക്കണം. അതിന് വിരുദ്ധമായിട്ടുള്ള ഒരു ശൈലി നിന്റെ അടുത്തുനിന്നുണ്ടായാൽ ഒരിക്കലും തന്നെ കോലത്തിൽ അത് ഇബാദത്തായി തോന്നിയാലും രൂപഭാവങ്ങളിൽ ആരാധനയുടെ ശൈലി അതിനുണ്ടായാലും ഒരിക്കലും തന്നെ അത് ഇബാദത്താവില്ല. ഏതുപോലെ കമാലൗസും തയൗമൽ എഴുതി, നീ പെരുന്നാളിന്റെ അന്ന് നോമ്പെടുത്തു എന്ന് കൂട്ടു. അയ്യാമത്തെ ശരിയക്ക് ദുൽഹിജ്ജ 11, 12, 13 ദിനങ്ങൾ അന്ന് നീ നോമ്പെടുത്തു എന്ന് സങ്കല്പിച്ചു നോക്കൂ. എന്നാൽ തക്കൂനു ആസിയൻ, നീ ദോഷിയാകും. ഔ സല്ലൈത, അല്ലെങ്കിൽ നീ നിസ്കരിക്കുന്നു ഫീ സൗബിൻ മഖ്സൂബിൻ, മറ്റൊരാളുടേത് പിടിച്ചുപറിച്ച വസ്ത്രത്തിൽ നീ നിസ്കരിക്കുന്നു. വൈൻകാനത്ത് സൂറത്ത് ഇബാദത്തിൻ, അതിന് ഇബാദത്തിന്റെ രൂപമുണ്ടെങ്കിലും തഹസം, അതുകൊണ്ട് നീ കുറ്റക്കാരനാവുന്നതാണ്. നമുക്കറിയാമല്ലോ നമ്മൾ ചെയ്യുന്ന ഇബാദത്തുകൾ അത് അല്ലാഹു തആല കൽപ്പിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ആ രീതിയിൽ തന്നെ ആയിരിക്കണം. അതല്ലാതെ രൂപഭാവങ്ങളിൽ ആരാധനയുടെ ശൈലിയുണ്ടായാൽ പോരാ. അതുകൊണ്ട് തന്നെ നാം ചെയ്യുന്നതും പറയുന്നതും അല്ലാഹു തആല കൽപ്പിച്ച ഇസ്ലാം നിർദ്ദേശിച്ച ആ രൂപഭാവങ്ങളോട് അതേപോലെ തന്നെ ആ നിയമനിർദ്ദേശങ്ങളോട് ഒത്തുവരുന്നതും അതിനോട് നീതി പുലർത്തുന്ന വിധത്തിലും ആയിരിക്കണം. അല്ലാതെ കാട്ടിക്കൂട്ടലുണ്ടായാൽ പോരാ. അല്ലേ, ഒന്നും അറിഞ്ഞിൽ എന്തായാലും ശരി നിസ്കരിച്ചാൽ മതി എന്ന നിലപാട് മതിയോ? അല്ല, നിസ്കാരം എങ്ങനെ എന്ന് ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്, അല്ലാഹു തആല മനസ്സിലാക്കി തന്നിട്ടുണ്ട്. ആ മനസ്സിലാക്കി തന്നതുപോലെ ചെയ്യണം. അപ്പൊ ഒരാൾ എങ്ങനെയെങ്കിലും കാട്ടിക്കൂട്ടിയിട്ട് ഞാൻ നിസ്കരിച്ചു അല്ലെങ്കിൽ ഇബാദത്തെടുത്തു എന്ന് പറയുന്നത് ശരിയല്ല. മറിച്ച് ശാരി അഥവാ അല്ലാഹു സുബ്ഹാനഹു വ തആല എങ്ങനെയാണോ നമ്മളോട് കൽപ്പിച്ചിട്ടുള്ളത് ആ കൽപ്പിച്ച ശൈലിയിൽ തന്നെ ചെയ്യണം. അതേപോലെ തന്നെ ഇസ്ലാം എങ്ങനെയാണോ നമ്മളോട് നിർദ്ദേശിച്ചിട്ടുള്ളത് ആ നിർദ്ദേശിച്ച രൂപത്തിൽ തന്നെ ആവണം. അപ്പൊ അയ്യാമുത്ത ശരീക്കിന്റെ അന്നും പെരുന്നാളിന്റെ അന്നും നോമ്പ് നോൽക്കാൻ പാടില്ല എന്നാണ് നബി സല്ലല്ലാഹു തങ്ങൾ പഠിപ്പിച്ചിട്ടുള്ള നിർദ്ദേശം. അപ്പൊ അന്ന് നമ്മൾ സുന്നത്ത് നോമ്പെടുത്തിട്ട് ഇന്ന് നല്ല ദിവസമല്ല അതുകൊണ്ട് ഞാൻ നോമ്പെടുക്കുകയാണെന്ന് പറഞ്ഞാൽ വാസ്തവത്തിൽ അവന് കൂലിയല്ലല്ലോ ലഭിക്കുന്നത്, മറിച്ച് അവൻ കുറ്റക്കാരനാവുകയാണ് ചെയ്യുന്നത്. കാരണം ഇബാദത്ത് എന്ന് പറയുന്നത് രൂപഭാവത്തിൽ മാത്രമല്ല, മറിച്ച് അതിന് ഇസ്ലാം വെച്ചിട്ടുള്ള ടേംസ് ആൻഡ് കണ്ടീഷൻസ് അത് ശരിക്കും പാലിച്ചുകൊണ്ട് മാത്രമേ ആ ഇബാദത്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ പാടുള്ളൂ. അതന്നെയാണ് ബഹുമാനപ്പെട്ട ഇസ്ലാമിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് നമ്മൾ ചെയ്യണം. അതുകൊണ്ട് തന്നെയാണ് ഒരു ഇബാദത്ത് നമ്മൾ നിർവഹിക്കാൻ ഒരുങ്ങുമ്പോൾ ആ ഇബാദത്ത് എങ്ങനെ നിർവഹിക്കണമെന്നാണോ ശരീഅത്തുൽ ഇസ്ലാം നിർദ്ദേശിക്കുന്നത് അത് നമ്മൾ പഠിച്ചിരിക്കണം. അത് പഠിക്കാതെ നമ്മൾ ഇബാദത്തിലേക്ക് പോയാൽ ആ ഇബാദത്ത് സഹിയായി വരുന്നതിന് പകരം ആ ചെയ്ത ഇബാദത്തിന്റെ പേരിൽ നമ്മൾ കുറ്റക്കാരായി മാറുന്ന അപകടവും ദുരന്തവുമായിരിക്കും പലപ്പോഴും വരിക എന്നത് അത് ശരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ്. ഇന്ന് ലോകത്ത് പലപ്പോഴും ചില ആളുകളെങ്കിലും അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ട്. കുറെ കാര്യങ്ങൾ അങ്ങനെ ചെയ്തു കൂട്ടുന്നു, എന്താണ് ചെയ്യുന്നത് എന്നതിനെ കുറിച്ച് അവർക്ക് ധാരണയില്ല. അതേപോലെ തന്നെ അവർ കുറെ കാര്യങ്ങൾ പറയുന്നു, എന്താണ് പറയുന്നത് എന്നതിനെ കുറിച്ച് അവർക്ക് ധാരണയില്ല. ശരീഅത്തുൽ ഇസ്ലാമിൽ ഇതിന്റെ നിലപാടെന്താണ് എന്നതിനെ കുറിച്ച് അവർക്ക് യാതൊരു ധാരണയുമില്ല. മറിച്ച് അവർ അവരുടേതായിട്ടുള്ള കണക്കൂട്ടൽ നടത്തുന്നു. ഇപ്പൊ വെള്ളിയാഴ്ചത്തെ ഖുതുബ എന്ന് പറയുന്നത് ഒരു ഇബാദത്താണ്. ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞാൽ വെള്ളിയാഴ്ചത്തെ ഖുതുബ എന്ന് പറയുന്നത് ഒരു ഇബാദത്താണ്. ആ ഇബാദത്ത് നബി സല്ലല്ലാഹു തങ്ങൾ എങ്ങനെയാണോ പഠിപ്പിച്ചത് അങ്ങനെ നിർവഹിക്കണം. സ്വല്ലൂ കമാ റഅയ്തുമൂനി യുസല്ലി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു ഞാൻ എങ്ങനെ നിസ്കരിക്കുന്നതാണോ നിങ്ങൾ കണ്ടത് അതുപോലെ നിങ്ങൾ നിസ്കരിക്കണം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറബിയിൽ 2 ഖുതുബ ഓതിയിട്ട് അറബിയിൽ തന്നെ 2 റക്അത്ത് നിസ്കരിച്ചതാണ്. അങ്ങനെ തന്നെ സമൂഹം നടന്നു വരികയും അത് അതേ രൂപത്തിൽ തന്നെ തുടരുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ മഹാന്മാരായ പണ്ഡിതന്മാർ അറബിയിൽ ഖുതുബ നിർവഹിക്കണമെന്ന് പറഞ്ഞെടുത്ത് അവർ രേഖപ്പെടുത്തിയത് കാണാം. സലഫിനോടും ഹലഫിനോടും പിന്തുടർന്നുകൊണ്ട്, അഥവാ 3 നൂറ്റാണ്ടിൽ ജീവിച്ച മഹാന്മാരായ മുൻഗാമികളും അതിനുശേഷം വന്ന പിൻഗാമികളായ നല്ല മഹത്തുക്കളും അവരെല്ലാവരും ഇതേ കണ്ടീഷൻ അങ്ങനെ തന്നെ തുടർന്നാണ് മുന്നോട്ട് പോയത്. അപ്പൊ എന്ന് പറയുമ്പോൾ അതിന് വിരുദ്ധമായിട്ടുള്ള ഒരു ശൈലി സ്വീകരിച്ചിട്ട് ഖുതുബ എന്ന് പറഞ്ഞാൽ അത് പ്രസംഗമല്ലേ, അത് ജനങ്ങൾക്ക് മനസ്സിലാവണ്ടേ, ജനങ്ങളൊക്കെ തിരക്കിന്റെ ഇടയ്ക്ക് വെള്ളിയാഴ്ച ദിവസമല്ലേ കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കൊടുക്കാൻ പറ്റൂ എന്നൊക്കെ ദുർന്യായം പറഞ്ഞാൽ അത് ഇസ്ലാമികമായിരിക്കില്ല. റസൂലുള്ള പഠിപ്പിച്ചതുപോലെ ആയിരിക്കണം നമ്മുടെ ഇബാദത്തുകൾ നിർവഹിക്കേണ്ടത്. അതിന് വിരുദ്ധമായിട്ടുള്ള ന്യായങ്ങൾ പറയുന്നത് അത് ശരിയായ നടപടിയായിരിക്കില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ഓരോ ഇബാദത്തിലേക്കും നമ്മൾ മുന്നിടുമ്പോൾ
ആ ഇബാദത്തിന്റെ കണ്ടീഷൻസ് എന്താണെന്ന് നമ്മൾ പഠിച്ചിരിക്കണം. ഹജ്ജിന് പോകാൻ ഒരാൾക്ക് കഴിവുണ്ടായാൽ ഹജ്ജിന്റെ മസലകൾ പഠിക്കൽ അവന് നിർബന്ധമാണ്. സക്കാത്ത് കൊടുക്കാൻ ഒരാളുടെ കയ്യിൽ മുതലുണ്ടായാൽ ആ സക്കാത്തിന്റെ നിയമങ്ങൾ പഠിക്കൽ അവന് നിർബന്ധമാണ്. നിസ്കരിക്കാൻ നിർബന്ധമുള്ള ഒരാൾ നിസ്കാരത്തിന്റെ നിയമങ്ങൾ പഠിച്ചിരിക്കണം. നോമ്പിന്റെ നിയമങ്ങൾ, നോമ്പ് നോൽക്കാൻ നിർബന്ധമായ ആൾ പഠിച്ചിരിക്കണം. അങ്ങനെയാണ് ഇസ്ലാമിന്റെ വ്യവസ്ഥിതി. ആ വ്യവസ്ഥിതി പാലിക്കാതെ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടിയിട്ട് ഞാനും നിസ്കരിച്ചുവെന്നോ ഞാനും നോമ്പെടുത്തുവെന്നോ ഒക്കെ അവകാശവാദം ഉന്നയിച്ചാൽ അതിനും ഒരു അർത്ഥവും ഉണ്ടായിരിക്കുകയില്ല എന്ന വളരെ വലിയൊരു ഉത്തരവാദിത്തത്തെക്കുറിച്ച് തന്റെ ശിഷ്യനെ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു ഉത്ബോധിപ്പിക്കുന്നു. അല്ലാഹു തആല നമുക്കെല്ലാം ഇതിന്റെയൊക്കെ അന്തസത്ത ഉൾക്കൊള്ളാൻ തൗഫീഖ് നൽകട്ടെ. ആമീൻ. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.